ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ്, വിച്ച് ഇസ് വി യൂസ് ടു ലിവ് ഹിയർ. ഈ ബുക്ക് ഞാൻ 25 ബുക്സ് ഇൻ 2025 വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ബുക്കായിരുന്നു ആൻഡ് ഇറ്റ് പ്രൂവ് ടു ബി ട്രൂ. സോ ഐ എം സോ ഹാപ്പി. കാരണം അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. ഞാൻ എത്ര എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു അത്രയും ഞാൻ ഡിസപ്പോയിന്റഡ് ആവാറാണ്. എന്തോ എക്സ്പെക്ടേഷൻ കൂടിയാണ് വായിച്ചതെങ്കിലും എന്തുകൊണ്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോഴും എനിക്ക് ഒരുപാട് തോട്ട്സ് ഉണ്ട് ഈ ബുക്കിനെ പറ്റിച്ച് ആൻഡ് എല്ലാം തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ഹാങ് ഓവർ ആണെന്ന് പറയാം. സോ ദിസ് വാസ് എ 5-star read and let's get into the plot of the book. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ഈവ്. അപ്പൊ അവളും അവളുടെ ലൈഫ് പാർട്ട്ണറും കൂടെ അവരൊരു ഗേ കപ്പിളാണ്. സോ അവരൊരു പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഇവര് റിയൽ എസ്റ്റേറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വീട് വാങ്ങിക്കുക, അത് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അത് സെല് ചെയ്യുക, എന്നിട്ട് വീണ്ടും വേറെ വീട് വാങ്ങിക്കുക. സോ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ വാങ്ങിച്ച വീടും വാങ്ങിച്ചിട്ടുള്ളത്. സോ അവർ ആ ഒരു വീട് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം ഭയങ്കര സ്നോ ഉള്ള ഒരു ദിവസം ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവളൊരു ബെല്ലടി കേൾക്കും. അങ്ങനെ അവള് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരിക്കും. സോ ഒരു ഹസ്ബൻഡ്, ഒരു വൈഫ്, പിന്നെ 3 കുട്ടികൾ. അപ്പൊ ഹസ്ബൻഡിന്റെ പേരാണ് തോമസ്. അപ്പൊ തോമസ് ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ആ വീട്ടിലായിരുന്നു ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്തിരുന്നത് തോമസിന്റെ ഫാമിലിയുമായിട്ട്. സോ ഇപ്പോ തോമസിന് ആ വീട്ടിലുണ്ടായ കുറച്ച് മെമ്മറീസ് അവന്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. സോ ഹി നീഡ്സ് എ ടൂർ ഓഫ് ദ ഹൗസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വെരി റീസണബിൾ, റൈറ്റ്? അപ്പോ അത് കേൾക്കുമ്പോൾ ശരിക്കും ഈവിന് കുറച്ചൊരു മടി ഉണ്ടായിരിക്കും. കാരണം ഇവര് വല്ല ആക്രമിക്കാൻ വന്നതാണെങ്കിലും കുറച്ചൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും. ബട്ട് ഈവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുന്നത് അവൾക്ക് നോ പറയാൻ ഭയങ്കര മടിയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു ടൈപ്പാണ്. സോ അവസാനം അവൾ വില്ലിങ് ആയി അവൾ അവരെ അകത്തേക്ക് കയറ്റും. സോ തോമസ് പിന്നെ ഓരോ റൂംസ് കാണിച്ചിട്ടും അവൻക്ക് അവിടെ ഉണ്ടായ മെമ്മറീസ്, അവന്റെ സിസ്റ്ററുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, അതൊക്കെ കുട്ടികളോടും ഈവിനോടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ബട്ട് ഈവ് അറ്റ് ദി സെയിം ടൈം ഈവിന് ഒരു അൺസെറ്റിലിംഗ് ഫീലിംഗ് ഉണ്ട്. ലൈക്ക് 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അവൾക്ക് ഇവരൊന്ന് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് അവളുടെ ഉള്ളിലുണ്ട്. ആൻഡ് ദെൻ ദ സ്റ്റോറി കൈൻഡ് ഓഫ് ഫ്ലിപ്സ്. സോ ഓരോ കാരണങ്ങളായിട്ട് അവർക്ക് അവിടുന്ന് പോകാൻ പറ്റുന്നില്ല ആ വീട്ടിൽ നിന്ന്. ലൈക്ക് 15 മിനിറ്റ്സ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേ കാൺ ഗോ. കാരണം അവന്റെ മകളുടെ ഹൈഡ് ആൻഡ് സീ കൈൻഡ് ഓഫ് തിങ്. പെട്ടെന്ന് തന്നെ സ്റ്റോം അലേർട്ട് കിട്ടുകയാണ്. സോ അത് കാരണം തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, റോഡൊന്നും ക്ലിയർഡ് അല്ല. സോ അങ്ങനെ ഓരോ കാരണങ്ങൾ കാരണം അവരവരുടെ ആ ഒരു സ്റ്റേ പ്രൊലോങ്ഡ് ആയിട്ട് പോവാണ്. ആൻഡ് ആ ഒരു സമയത്തൊക്കെ ഈവ് ഈസ് ഗോയിങ് ത്രൂ എന്താ പറയാ, ഭയങ്കര ഒരു ഹിസ്റ്റേരിയ. കാരണം അവൾക്ക് ഇവരെങ്ങനെങ്കിലും പോയി കിട്ടിയാൽ മതി. അവളുടെ ഉള്ളിൽ ഒരു അൺസെറ്റിലിംഗ് വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആസ് എ റീഡർ നമുക്കും ഒരു സഫക്കേഷൻ കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരിക്കും അവരവിടെ ഉണ്ടാവുമ്പോൾ. ലൈക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്തെങ്കിലും സംഭവിക്കും. ബട്ട് ദെൻ വിയേർഡ് തിങ്സ് സ്റ്റാർട്ടഡ് ടു ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്. അവർ ആ ഒരു വീട്ടിൽ കാല് കുത്തിയതിനു ശേഷം കുറെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കൽ തുടങ്ങും. സോ ആസ് എ റീഡർ ഐ കുഡ് റിയലി കണക്ട് വിത്ത് ഈവ്. കാരണം ഈവിന്റെ ആ ഒരു സഫക്കേഷൻ, അൺസെറ്റിലിംഗ് ഫീൽ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് ദേ ആർ ഓവർ സ്റ്റേയിങ്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മളും ഭയങ്കര വറീഡ് ആയിരിക്കും. ഈവിന് അവർ പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അറിയില്ല. അതുപോലെ തന്നെ അവൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റില്ലേ, അവരുടെ ചില ഡെമീനിയേഴ്സ്, മാനറിസം ഒക്കെ കൈൻഡ് ഓഫ് ഒരു വിയേർഡ് ആണ്. കാരണം അവരുടെ കയ്യിലൊന്നും മൊബൈൽ ഫോൺസ് ഇല്ല. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ അവര് പറയുന്ന കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള സ്റ്റഫ്സ് ഒക്കെ കുറച്ച് വിയേർഡ് ആണ്. സോ ഈവും ആ ഒരു കൈൻഡ് ഓഫ് പാനിക് സ്റ്റേറ്റിലാണുള്ളത്. ആസ് എ റീഡർ നമ്മളും ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. അങ്ങനെയാണ് സ്റ്റോറി പിന്നെ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ആൻഡ് ദെൻ വി ഹിറ്റ് വിത്ത് ദാറ്റ് പ്ലോട്ട് ട്വിസ്റ്റ് വിച്ച് ഇസ് സോ ഗുഡ്. മൈൻഡ് ബ്ലോയിങ്, മൈൻഡ് ബെൻഡിങ്. എനിക്ക് പറയാൻ അറിയില്ല. ഇറ്റ്സ് സോ ഹാർഡ് ടു ഡൈജസ്റ്റ്. ആൻഡ് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ബിക്കോസ് വി നീഡ് ടു ഗെറ്റ് ടു ദ എൻഡ് ഓഫ് ദ ബുക്ക്.
കാരണം അപ്പോഴേ നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച വിൽ ബി ലൈക്ക് ഒരു ഓട്ടപ്പാച്ചിൽ പോലെ ആയിരിക്കും. വിൽ ബി ഹാവിംഗ് റോളർ കോസ്റ്റർ ഇമോഷൻസ് ഫ്രം ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ യുൽ ബി ഹുക്ഡ്. അപ്പൊ അതെല്ലാം തന്നെ അതിന് ഭയങ്കരമായിട്ടൊരു ബ്ലെസ് ആയി തോന്നി. കാരണം നമുക്ക് ആ ഒരു ജേർണിയിൽ നമ്മൾ ഒരു തരത്തിൽ പോലും വി ആർ നോട്ട് ഇറിറ്റേറ്റഡ് ബൈ ദ റൈറ്റിംഗ് ഓർ വി ആർ നോട്ട് ഇറിറ്റേറ്റഡ് ബൈ ദ ക്യാരക്ടേഴ്സ്. കാരണം ഒന്നും തന്നെ ഒരു തടസ്സമില്ല, ഭയങ്കര ഈസി ആയിട്ട് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. അറ്റ് ദ സെയിം ടൈം നല്ല ലാംഗ്വേജ്, ഒരു ബിഗിനറിനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആയിരുന്നു. പിന്നെ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിലുള്ള കുറെ ഹിൻസ് ആൻഡ് ക്ലൂസ്, എവറിത്തിങ് എല്ലാം തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് ഹാവ് മച്ച് എന്താ പറയുക നെഗറ്റീവ്സ് ഇതിനെ പറ്റി പറയാൻ എനിക്കൊന്നുമില്ല. ആകെയുള്ളത് ഇതിനൊരു ക്ലോഷർ ഇല്ല. സോ ഇതിന് ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിത് വായിച്ചു കഴിയുമ്പോഴുള്ളത്. നമുക്ക് ഫുൾ ആൻസേഴ്സ് കിട്ടുന്നില്ല. വി കാൺ കണക്ട് ദ ഡോട്ട്സ്. അപ്പൊ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് എൻഡ് ഓഫ് ദ ബുക്കിലുള്ളത്. അപ്പോ അത് ഇഷ്ടമില്ലാത്തവർക്ക് മേ ബി ഡിസപ്പോയിന്റഡ് ആവാം. ബട്ട് ആ ഒരു എൻഡിങ് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. വിൽ ട്രൈ ടു കണക്ട് ദ ഡോട്ട്സ് ഈവൻ ദോ ആ ഒരു ഓത്തർ നമുക്ക് അതിനുള്ള കംപ്ലീറ്റ് പിക്ചർ തരാത്തത് കൊണ്ട് തന്നെ വി വോണ്ട് ബി ഏബിൾ ടു. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് വാട്ട് ഐ എം ടെല്ലിങ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബുക്കിലെ എക്സിക്യൂഷൻ നടന്നിട്ടുള്ളത്. ഇനി ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈവാണ് മെയിൻ ക്യാരക്ടർ. ഈവിന്റെ പാർട്ട്ണർ ചാർലിക്ക് അത്രയും അങ്ങോട്ട് റോൾ ഇല്ല. ഈവ് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റിയ ഒരു നോർമൽ കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. പിന്നുള്ളത് തോമസിന്റെ ഫാമിലി, അത് മാത്രമാണ് നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ത്രൂ ഔട്ട് ബുക്ക് ഐ വാസ് അഫ്രേഡ് ഫോർ ഈവ്. ലൈക്ക് എല്ലാ കോർണറിലും ഒരു ഡേഞ്ചർ നിൽക്കുന്നുണ്ട് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് എവിടെ ആവുമ്പോഴും ലൈക്ക് ഒരു ഡേഞ്ചർ ലേക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും. സോ ആ കൈൻഡ് ഓഫ് ഫീലിംഗ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റീഡ് ദിസ് വൺ. പിന്നെ ഈ ബുക്കിന്റെ എൻഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് ഐ സെഡ് ദ പ്ലോട്ട് ഇസ് ഹിറ്റ് സോ ഹാർഡ്. അപ്പോൾ എൻഡിങ് ഈ പറഞ്ഞ പോലെ ക്ലോഷർ ഇല്ല. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു ബുക്കിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. ബിക്കോസ് വാട്ട് എവർ കൺക്ലൂഷൻ ഈ ഒരു ഓതർ തരുകയാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് വി വിൽ ബി സാറ്റിസ്ഫൈഡ്. സോ ഓതർ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വിടുകയാണ്. ബിക്കോസ് ലോട്ട്സ് ഓഫ് പ്രോബബിലിറ്റീസ് ആർ ദർ. വി ക്യാൻ ഹാവ് അവർ ഓൺ കൈൻഡ് ഓഫ് എൻഡിങ് ഫോർ ദിസ് ബുക്ക്. സോ ഇതൊരു കൈൻഡ് ഓഫ് ഒരു പസിൽ പോലത്തെ ഒക്കെ ഒരു ബുക്കാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു കൈൻഡ് ഓഫ് ബുക്സ് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഗോ ആൻഡ് റീഡ് ദിസ് വൺ ബിക്കോസ് ദിസ് ഇസ് so good and I don't know how to convince you to read this one because അത്രയും എനിക്ക് ഇഷ്ടമായി. സോ ദിസ് ഇസ് ദ ഡെബ്യൂ ബുക്ക് ഓഫ് ദിസ് ഓതർ. അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. ലൈക്ക് ഇങ്ങനെ ഒരു ഡെബ്യൂ ബുക്കുമായിട്ട് വരാമെന്നുണ്ടെങ്കിൽ what will he be writing in the future? Whatever it is, I can blindly say this book is so brilliant and this author is talented and I will definitely read from him in the future. So I hope I convinced you enough to read this one and after your reading please let me know in the comments how you felt about it. That's all for the review and spoiler illade enki itre parayan pattullu. So I hope you enjoyed this video. I will see you with another video. Till then, bye bye and take care.